Hi friends, welcome back to your channel AF Talks. So, നമ്മൾ വളരെയധികം സന്തോഷത്തിലാണ് കാരണം നമ്മുടെ ചാനൽ ഇപ്പോൾ 4K സബ്സ്ക്രൈബേഴ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യക്തികൾക്കും ബിഗ് താങ്ക്സ് പറയാണ്. സോ ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മുമ്പ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്ന ജൂപ്പിറ്റർ മണി ഫെഡറൽ ബാങ്കിൻ്റെ നിയോ ബാങ്കായി വരുന്ന ജൂപ്പിറ്റർ മണി അക്കൗണ്ടിൻ്റെ ATM നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് എനിക്കല്ല, ഞാൻ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇത് ഓർഡർ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്. അപ്പോൾ അവനക്ക് പോസിറ്റീവ് ആയിട്ട് ATM വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് നിങ്ങൾക്കൊരു ഇൻഫർമേറ്റീവ് ആവുന്നൊരു വീഡിയോ ആയിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന്. അതുപോലെ തന്നെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം നമ്മുടെ മൊബൈലിലെ ജൂപ്പിറ്റർ മണി അക്കൗണ്ട് ആപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്കത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. തൊട്ടടുത്ത് നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു കാർഡ് ഒരു കവറായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ടിലായിട്ട് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെയായിട്ട് കാണാൻ സാധിക്കുക. സോ ഓക്കെ, അപ്പം ഈ ഒരു വൈറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് നിങ്ങളുടെ അഡ്രസ്സ് ആയിരിക്കും. ശേഷം നിങ്ങൾക്ക് ആ ഒരു കാർഡിൻ്റെ റൈറ്റ് കോർണറിലായിട്ട് ജൂപ്പിറ്റർ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. സോ അവർ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് ആവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പം ഇത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു കവർ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു പേപ്പർ കവറായിട്ടാണ് കിറ്റായിട്ടാണ് നമ്മളെ ജൂപ്പിറ്റർ മണി അക്കൗണ്ടിൻ്റെ ജൂപ്പിറ്റർ മണി അക്കൗണ്ടിൻ്റെ ATM കാർഡ് വരുന്നത്. സോ ഓക്കെ, അപ്പം മുമ്പിൽ തന്നെ ജസ്റ്റ് ഒരു കാർട്ടൂൺ പോലത്തെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴത്തായിട്ട് നിങ്ങൾക്ക് എവിടെയായിട്ട് കാണാൻ സാധിക്കും ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഫെഡറൽ ബാങ്കിങ് പാർട്ട്ണർ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവരുടെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഈ ഒരു കവർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ ഒരു പേപ്പറായിട്ട് ലഭിക്കുക. സോ ഇതിൽ നിറയെ സ്റ്റിക്കേഴ്സാണ്, ഈ കാണുന്നതൊക്കെ സ്റ്റിക്കറുകളാണ്. അതായത് നെയ് സ്ലിപ്പ് പോലെയുള്ള നമ്മളെ കാർട്ടൂൺ സ്ലിപ്പ്, അതായത് സ്റ്റിക്കേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതൊന്ന് പറിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ബുക്കിലോ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒട്ടിക്കാൻ പറ്റുന്നതായിരിക്കും. സോ അതുപോലത്തെ ഒരു പേപ്പറാണ് ഫസ്റ്റ് ആയിട്ട് ഈ ഒരു കിറ്റിൽ ലഭിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ കിറ്റിലുള്ള വേറൊരു പേപ്പർ ഉണ്ടാവും. സോ നിങ്ങൾ ആ ഒരു പേപ്പർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് അവരുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലോട്ട് കോൾ ചെയ്യുക അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ എന്ത് ചെയ്യുക വെച്ചാൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒരു ഹ്യൂമനോട് തന്നെയായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്, അല്ലാതെ ഒരു ബോട്ട് അങ്ങനെയൊന്നും അല്ലായിരിക്കും. സോ ഓക്കെ, അപ്പം താഴത്തായിട്ട് ഫെഡറൽ ബാങ്ക് എന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സും അതുപോലെ തന്നെ റൈറ്റ് കോർണറിലായിട്ട് ജൂപ്പിറ്റർ എന്നുള്ള ലോഗോയും അതുപോലെ തന്നെ ജൂപ്പിറ്ററിൻ്റെ ഓരോ കാർട്ടൂൺ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഏൺ റിവാർഡ്സ് എന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ഈ ഒരു ആപ്പിൻ്റെ. അപ്പം നമുക്ക് അതിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവാർഡ്സ് കിട്ടുന്നതായിരിക്കും. സോ അതൊക്കെ നമ്മളെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ATM കാർഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസും അത് ആക്ടിവേറ്റ് ചെയ്യാറുള്ളൂ. അതായത് അതിൻ്റെ ഫീച്ചേഴ്സ്, അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സ്ലീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്പെൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ലിമിറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ ആപ്പ് വഴി പറ്റുന്നതായിരിക്കും ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും. പിന്നെ ഈ രണ്ട് മെഴുകിൻ്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും, ആ ഒരു ഭാഗത്താണ് നമ്മുടെ ATM കാർഡ് ഫിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഓക്കെ, അപ്പോൾ അവർ ഓപ്പൺ ചെയ്തത് കൊണ്ടാണ് നമുക്ക് അത് കാണിച്ചു തരാൻ പറ്റാത്തത്. സോ ഓക്കെ, അപ്പോൾ ആദ്യമേ ഒരു ഒട്ടിച്ച രീതിയിലായിരിക്കും നമ്മുടെ ATM കാർഡ് വരുന്നത്. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ ATM കാർഡ് നമ്മുടെ കവറിലുണ്ടായിരിക്കും. സോ ഇപ്പോൾ ഈ ഒരു ATM കാർഡ് നമുക്ക് കിട്ടുന്ന ഇത് കവറിലല്ലായിരിക്കും, ഒരു മെഴുകിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു ഒട്ടിച്ച രീതിയിലായിരിക്കും നമ്മുടെ ATM കാർഡ് വന്നിരിക്കും. ഇതുപോലെ നൈസ് മുമ്പിൽ ഒരു രീതിയിലുള്ള എഴുത്തും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ബാക്കിലാണ് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ വിസ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വിസ കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലൊരു ചിപ്പ് അതുപോലെ നല്ല നൈസിൽ ഒരു ഓറഞ്ച് കളറിലായിട്ടാണ് നമ്മുടെ ATM കാർഡ് വന്നിട്ടുള്ളത്. സോ ഓക്കെ, അപ്പോൾ ഇനി നമുക്ക്
ATM കാർഡ് എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങളുടെ മൊബൈലിലെ ജുപിറ്റർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം, ജുപിറ്റർ ആപ്ലിക്കേഷൻ. അതിനുശേഷം നിങ്ങൾക്ക് താഴത്തായിട്ട് 4ാമത്തെ ഓപ്ഷനിലായിട്ട് കാർഡ് എന്ന് കാണാൻ സാധിക്കും. സോ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തേക്ക് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് 2 മെത്തേഡ്സ് കാണാൻ സാധിക്കും, ഓൺലൈൻ പേയ്മെൻറ്റും അതുപോലെ തന്നെ ATM വിഡ്രോവൽസും. ഇത് രണ്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കാം. ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ATM വിഡ്രോവൽ പിൻവലി ATM ക്യാഷ് വിഡ്രോ ചെയ്യാൻ കഴിയുകയില്ല. സോ അതിനുശേഷം അഡ്വാൻസ്ഡ് സെറ്റിംഗ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ റീസെറ്റ് പിന്ന്, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ പിന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഓക്കെ, അപ്പം നിങ്ങൾ അത് സെറ്റ് ചെയ്യുക. അപ്പോൾ അത് ആയിട്ട് ഒന്നും കൂടി എൻ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അപ്പം നിങ്ങൾ അതേ പിന്ന് ആയി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിന്ന് സക്സസ്ഫുൾ ആയിട്ട് അത് സെറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് 4ാമത്തെ ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും, മാനേജ് ഇൻ്റർനാഷണൽ സെറ്റിങ്സ് എന്ന്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷനും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനും കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ ഓണാണ്. സോ ഇത് നിങ്ങൾ ഓഫാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓണാക്കി കൊടുക്കണം. ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ ഏത് ATM സെൻ്ററിൽ പോയാലും നമുക്ക് പേയ്മെൻറ്റ് പിൻവലിക്കാൻ പറ്റും ക്യാഷ്. അതിനുശേഷം ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ പറഞ്ഞാൽ ലോകത്ത് നമ്മളെ കിട്ടുന്ന വിസ കാർഡ് ആയതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നമുക്ക് ഈ ഒരു ATM കാർഡ് വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ഇത്ര യൂസ്ഫുൾ ആകുന്ന ഒരു കാർഡാണ് നമ്മളെ ജുപിറ്റർ മണി അക്കൗണ്ട് നമുക്ക് തരുന്നത്. സോ ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് നൽകുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് മാനേജ് ലിമിറ്റൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കിട്ടുന്നതായിരിക്കും, ATM കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഫ്രീസും അതുപോലെ തന്നെ സ്ലീപ്പും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ATM കാർഡ് നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീസ് ചെയ്ത് വെക്കേണ്ടത് സോ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റും. അതായത് രാത്രി 6 മണി മുതൽക്ക് ATM ക്യാഷ് പിൻവലിക്കരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്ലീപ്പ് ചെയ്ത് നിങ്ങൾ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക.